പുനലൂർ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ശങ്കറിന് ഇരട്ട ജീവപര്യന്തം. ശിക്ഷ വിധിച്ചത് കൊല്ലം സെഷൻസ് കോടതി. പ്രതി വയോധികരായ ഇന്ദിരയെയും ബാബുവിനെയും കൊന്നത് 2023-ൽ. കൊലപാതകങ്ങൾ നടത്തിയത് മറ്റൊരു കൊലക്കേസിൽ ജാമ്യത്തിലിറങ്ങിയപ്പോൾ. അപൂർവങ്ങളിൽ അപൂർവമായ കേസെന്ന് പ്രോസിക്യൂഷൻ. ഛത്തീസ്ഗഡിൽ റിമാൻഡിൽ തുടരുന്ന മലയാളികളായ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ തള്ളി. ഇരുവരും സെൻട്രൽ ജയിലിൽ തുടരണം. സെഷൻസ് കോടതിയിൽ അടുത്ത ദിവസം ജാമ്യാപേക്ഷ നൽകും. എല്ലാ പിന്തുണയും നൽകുമെന്ന് കന്യാസ്ത്രീകളെ ജയിലിൽ സന്ദർശിച്ച കേരള എംപിമാർ. വിഷയം നാളെ പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും എംപിമാർ. सुलेमान उर्फे फैजल जट, अफगान और जिब्रान 3 आतंकवादी सेना, सीआरपीएफ और जम्मू कश्मीर पुलिस के संयुक्त अभियान में ऑपरेशन महादेव में मारे गए. പഹൽഗാമിൽ ആക്രമണം നടത്തിയ 3 ഭീകരരെയും വധിച്ചുവെന്ന് സ്ഥിരീകരിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി. വധിച്ചത് ഓപ്പറേഷൻ മഹാദേവിലൂടെ. ആക്രമണം ആസൂത്രണം ചെയ്തവരെയും കൊലപ്പെടുത്തിയെന്ന് അമിത്ഷാ ലോക്സഭയിൽ. കോൺഗ്രസിന് പരോക്ഷ വിമർശനം. ആക്രമണം നടത്തിയത് വിദേശ ഭീകരരാണെന്ന് തെളിവുണ്ടെന്ന് അമിത്ഷാ. മറുപടി പാകിസ്ഥാനിൽ നിന്ന് ഭീകരർ എത്തിയതിന് തെളിവുണ്ടോ എന്ന ചിദംബരത്തിന്റെ ചോദ്യത്തിന്. ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചയിൽ വൈകിട്ട് പ്രധാനമന്ത്രി സംസാരിക്കും. ഇപ്പോൾ ലോക്സഭയിൽ രാഹുൽ ഗാന്ധി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിച്ച പ്രിയങ്ക ഗാന്ധി. പഹൽഗാമിൽ സുരക്ഷാ വീഴ്ചയുണ്ടായെന്ന് പ്രിയങ്ക. സുരക്ഷാ വീഴ്ചയിൽ കേന്ദ്ര സർക്കാരിന് മൗനം. വീഴ്ച എങ്ങനെയുണ്ടായി എന്നതിൽ കേന്ദ്ര സർക്കാർ മറുപടി പറയണമെന്നും പ്രിയങ്ക. ധർമ്മസ്ഥല കൂട്ടക്കൊലയിൽ SIT സംഘത്തിന്റെ നേതൃത്വത്തിൽ പരിശോധന തുടരും. ആദ്യ പോയിന്റിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ബാക്കിയിടങ്ങളിൽ മണ്ണ് നീക്കിയുള്ള പരിശോധന തുടരുന്നു. ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. സംസ്ഥാനത്ത് വീണ്ടും കാട്ടാനയാക്രമണം. ഇടുക്കി മതമ്പയിൽ കാട്ടാനയാക്രമണത്തിൽ ഒരാൾക്ക് ദാരുണാന്ത്യം. മരിച്ചത് കാഞ്ഞിരപ്പള്ളി സ്വദേശി പുരുഷോത്തമൻ. ആക്രമണം റബ്ബർ തോട്ടത്തിൽ ടാപ്പിംഗ് നടത്തുന്നതിനിടെ. ഗോവിന്ദച്ചാമിക്ക് ജയിൽ ചാടാൻ ആരുടെയും സഹായം ലഭിച്ചില്ല എന്ന് ജയിൽ DIGയുടെ റിപ്പോർട്ട്. ജയിലിലുണ്ടായത് ഗുരുതര സുരക്ഷാ വീഴ്ച. ജീവനക്കാരോ തടവുകാരോ സഹായിച്ചതിന് തെളിവില്ല. ജയിലഴികൾ മുറിച്ചതിൽ ശാസ്ത്രീയാന്വേഷണം വേണമെന്നും അന്വേഷണ റിപ്പോർട്ട്. കാസർഗോഡ് കാഞ്ഞങ്ങാട്ട് 10ാം ക്ലാസ്സുകാരി പ്രസവിച്ച സംഭവത്തിൽ പിതാവ് കസ്റ്റഡിയിൽ. പിടിയിലായത് കർണാടക സ്വദേശി. പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് വിദേശത്തു നിന്ന്. അറസ്റ്റ് പെൺകുട്ടിയുടെ മൊഴിയെ തുടർന്ന്.